നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പിൽ പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ വമ്പന്മാരായ ഫ്രാൻസിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, അവരുടെ സൂപ്പർ താരമായ ഒസ്മാൻ ഡംബലയുടെ പ്രകടനം മോശമായിരുന്നു. യാതൊരുവിധ ഇമ്പാക്റ്റുകളും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അർജന്റീൻ പരിശീലകനായ ജോർഹെ സാംബോളി രംഗത്ത് വന്നിരുന്നു. ഓട്ടിസം ബാധിച്ച ഒരാളെ പോലെയാണ് ഡംബലെ യൂറോ കപ്പിൽ കളിച്ചിരുന്നത് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു വിവാദ പരാമർശം. ഡംബലയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഡംബലക്ക് ബോൾ ലഭിക്കുമ്പോൾ ബാക്കിയുള്ള താരങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രമാണ്. അത് എങ്ങനെ അവസാനിക്കും എന്നുള്ളത് അവർക്ക് നോക്കിയിരുന്നാൽ മാത്രം മതി. ഓട്ടിസം ബാധിച്ച ഒരാൾ കളിക്കുന്നത് പോലെയാണ് ഡംബലെ കളിക്കുക. ഒരു മുന്നേറ്റം ഡംബലെ തുടങ്ങിയാൽ അത് അദ്ദേഹം തന്നെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. സഹതാരങ്ങൾക്ക് തിളങ്ങാനുള്ള ഒരു അവസരം അദ്ദേഹം ഒരുക്കാറില്ല. സ്വയം തിളങ്ങുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് അറിയുക. ഇതായിരുന്നു ജോർഹെ സാംബോളി പറഞ്ഞിരുന്നത്. ഇത് പിന്നീട് വലിയ വിവാദമായി. ഓട്ടിസം ബാധിച്ചവരെ അപമാനിക്കുകയാണ് ഇതുവഴി ഈയൊരു അർജന്റീൻ പരിശീലകൻ ചെയ്തതെന്ന് ആരോപിക്കപ്പെട്ടു. ഇതോടെ അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സാംബോളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരിക്കലും മനഃപൂർവ്വം ഞാൻ ഓട്ടിസത്തെ അപമാനിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഞാൻ എല്ലാവരോടും മാപ്പ് പറയുന്നു. ആ താരത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ എല്ലാത്തിനേക്കാളും ഉപരി സംസാരിക്കുമ്പോൾ നമ്മൾ വാക്കുകൾ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതാണ് സാംബോളി പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ഒരു വാക്ക് അറിയാതെ അവിടെ വന്നു പോയതാണ് എന്നാണ് ഇദ്ദേഹം നൽകുന്ന ഒരു വിശദീകരണം. ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ട ടീമുകളെയും ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അർജന്റീനയെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോയെ ആയിരുന്നു അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.